പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. കാടമുട്ട കൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റുന്ന ഏതാനും ചില ബിസിനസ്സുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാടമുട്ട ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ആ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്നും അവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും അവ എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളെല്ലാവരും കാടമുട്ട ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും, കഴിച്ചിട്ടും ഉണ്ടാകും. കാടമുട്ട നിങ്ങൾക്കറിയാം തീരെ ചെറിയ ഒന്നാണ്, എന്നാൽ അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇതിൽ വിറ്റാമിനുകളും ധാതുക്കളും ഉയർന്ന പ്രോട്ടീനും നല്ല കൊഴുപ്പും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് പേർ വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കടകളിലേക്ക് ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. ചെറിയ കവറുകളിലേക്ക് 8-10 15 ഒക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് എങ്ങനെയാണ് റീപാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ബിസിനസ് ആക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാടക്കോഴി വളർത്തുന്നവർക്ക് ആ മുട്ട റീപാക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ എല്ലാവർക്കും അത് വളർത്തുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഡെയിലി വലിയൊരു എമൗണ്ട് മുട്ട നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും സാധിച്ചെന്ന് വരില്ല. വലിയ രീതിക്ക് ബിസിനസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പക്കൽ ധാരാളം മുട്ട ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫാമുകളിൽ നിന്നും, കാടക്കോഴികളെ വളർത്തുന്ന വലിയ വലിയ ഫാമുകളിൽ നിന്നും നേരിട്ട് ഹോൾസെയിൽ റേറ്റിന് മുട്ട എടുക്കണം. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് റീപാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ റീപാക്ക് ചെയ്ത് കൊടുക്കുന്ന ധാരാളം പേരുണ്ട്. ഒരു 15 മുട്ടയോ 10 മുട്ടയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് റീപാക്ക് ചെയ്തതിന് ശേഷം ഷോപ്പുകളിൽ കൊടുക്കാം, സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാം, ബേക്കറികളിൽ കൊടുക്കാം. മാത്രമല്ല ചില ബിവറേജസിന്റെ ഒക്കെ അടുത്തുള്ള ഷോപ്പുകളിൽ ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാടമുട്ട ഫ്രൈ ചെയ്ത് പാക്കറ്റുകളിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. 50 രൂപ 40 രൂപ നിരക്കിലൊക്കെയാണ് അത് കൊടുക്കുന്നത്. 8-10 അതിലുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും ഫ്രൈ ചെയ്തും കൊടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഒരു ദിവസമൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പം ഈ പറഞ്ഞ ബിവറേജിന്റെയൊക്കെ പരിസരത്തൊക്കെ ഉള്ള ഷോപ്പുകളിൽ നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ്. അവിടെ അത്യാവശ്യം നല്ല ചിലവുള്ള ഒന്ന് കൂടിയാണിത്. മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുന്നതിന്റെ ധാരാളം വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്ക് യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ കാടമുട്ട ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിക്കിൾസ് ഉണ്ടാക്കാൻ പറ്റും. ഈ പിക്കിൾസ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോയും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് നോക്കി അത് കണ്ടു പഠിക്കാവുന്നതാണ്. ഇപ്പൊ ഇതുകൊണ്ടുള്ള പിക്കിൾസ് ആമസോണിലൊക്കെ ധാരാളമായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആമസോണിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാൻ, നിങ്ങൾക്ക് പോയി നോക്കാം. ആവശ്യക്കാർക്ക് അത് വാങ്ങി ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ആമസോണിലേക്ക് ഇതിന്റെ 300 ഗ്രാമിന് 645 രൂപയൊക്കെയാണ് വില വരുന്നത്. അത്രത്തോളം ലാഭമുള്ള ഒന്ന് തന്നെയാണ് ഇതിന്റെ പിക്കിൾസ് എന്ന് പറയുന്നത്. 100 ഗ്രാമിനൊക്കെ 300 രൂപ 400 രൂപ നിരക്കിലേക്കാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് ഉണ്ടാക്കിയിട്ട് 100 ഗ്രാമോ 150 ഗ്രാമോ ഒക്കെ 250 രൂപയ്ക്കോ 200 രൂപയ്ക്കോ ഒക്കെ കൊടുക്കാൻ പറ്റും. കാടക്കോഴി വളർത്തുന്നവർക്കൊക്കെ മുട്ട സെയിൽ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് പിക്കിൾസ് ആയിട്ടോ നേരത്തെ പറഞ്ഞ പോലെ മസാല ചേർത്തോ ഒക്കെ സെയിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ മൂവ് ആകും. അപ്പൊ അതിന്റെ ഒരു മാർക്കറ്റിംഗ് നിങ്ങൾ തന്നെ കണ്ടെത്തണം. എവിടെയാണ് ഇത് കൂടുതൽ ആവശ്യക്കാരുള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കത് അവിടെ സെയിൽ ചെയ്യാവുന്നതാണ്. ഈ കാടമുട്ടയിൽ നിന്ന് നമുക്ക് കാടമുട്ട പൗഡർ ഉണ്ടാക്കാൻ സാധിക്കും. ഈ പൗഡർ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പൊ മുട്ടയൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. റൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അതിനോടൊപ്പം ഇത് ചേർക്കാവുന്നതാണ്. ഇതിൽ അത്യാവശ്യം നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രോട്ടീൻ ഷേക്കും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ കാടമുട്ടയിൽ നിന്നും ഈ ഒരു പൗഡറും ഉണ്ടാക്കി വിൽക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ പൗഡർ ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഹോൾസെയിലായിട്ട് എടുക്കാൻ പറ്റും. ഇന്ത്യ മാർട്ടിലേക്ക് അത് ഹോൾസെയിലായിട്ട് വാങ്ങാൻ കിട്ടും. അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് അത് റീപാക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മറ്റ് പ്രോഡക്റ്റുകളോടൊപ്പം തന്നെ ഇതും നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. കേരളത്തിൽ തന്നെ മിക്ക ഫാമുകാരും ഇതുപോലെ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പൗഡറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫാമുകളിൽ നിന്ന് വേണമെങ്കിലും അത് ഹോൾസെയിൽ റേറ്റിന് കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൽ, നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ അത് സെയിൽ ചെയ്യാൻ പറ്റും, പാക്ക് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും. ഈ കാടമുട്ട പൗഡർ ആക്കുന്നതിന് പ്രത്യേകതരം മെഷീനുകളൊക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മെഷീൻ വാങ്ങിയിട്ടും ചെയ്യാവുന്നതാണ്. ഇതിന്റെ പൗഡറിന് 100 ഗ്രാമിന് 350 രൂപ 400 രൂപയൊക്കെയാണ് ഓൺലൈനിൽ വില വരുന്നത്. അപ്പൊ അത്രത്തോളം തന്നെ വിലയുള്ള ഒന്നുകൂടിയാണിത്. ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കാടമുട്ട നിങ്ങൾക്ക് 12 പീസ് 70 രൂപയ്ക്കൊക്കെയാണ് സെയിൽ ചെയ്യുന്നത്. ഫാമുകളിൽ നിന്ന് നേരിട്ട് എടുക്കാൻ പറ്റാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിന് എടുക്കാൻ പറ്റും. ഹോൾസെയിലിന് എടുക്കുമ്പോൾ തീരെ വിലക്കുറവായിരിക്കും. ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നവരുണ്ടാകും. അവരിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്കത് ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു 3 രീതിയിലാണ് ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പൊ വീട്ടിലിരുന്നു കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണിത്. കാടമുട്ടയുടെ പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കി അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.